ഗുണ്ടയ്ക്ക് ഫോൺ ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കിയതിൽ തിരുവനന്തപുരം പേട്ട പോലീസിനെതിരെ അന്വേഷണം. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വധശ്രമ കേസ് പ്രതിക്കാണ് പോലീസ് പ്രത്യേക സൗകര്യം ഒരുക്കി നൽകിയത്. ശിവദാസ് കന്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, പറയൂ. തിരുവനന്തപുരത്തെ പേട്ട പോലീസിനെതിരെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ ഗുണ്ടയ്ക്ക് ഫോൺ ഉപയോഗിക്കാൻ നൽകിയതായി നേരത്തെ മനസ്സിലാക്കിയിരുന്നു, അല്ലെങ്കിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ പരിശോധനയിൽ ഗുണ്ട ഫോൺ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഒരു ഉത്തരവിട്ടിരിക്കുന്നത്, പോലീസിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഒരു വധശ്രമ കേസിലെ പ്രതിയാണ് ഇത്തരത്തിൽ ഫോൺ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ ഗുണ്ടയുമായി ഈ പോലീസുകാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിന് പിന്നിൽ ഒത്താശ ചെയ്തതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കും. എന്തായാലും തിരുവനന്തപുരത്തെ പേട്ട പോലീസിനെതിരെയാണ് ഇത്, ഏത് പോലീസാണ് ഇതിന് ഒത്താശ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. രോഹിണി, ശരി, ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൻ്റെ ആഭ്യന്തരം എത്രമാത്രം കുറ്റവാളികൾക്കും പ്രതികൾക്കും ഒപ്പം നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി പുറത്തു വരികയാണ്.